UDFിലെ ഏറ്റവും പ്രബലമായ രണ്ട് കക്ഷികൾ, ഒന്ന് മുസ്ലിം ലീഗും മറ്റൊന്ന് കേരള കോൺഗ്രസും. നിലവിലിപ്പോൾ കേരള കോൺഗ്രസ് UDFിനോടൊപ്പം ഇല്ല എന്ന് തന്നെ പറയാം. കാരണം കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുപക്ഷത്തോടൊപ്പം പോയി. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലാകട്ടെ നേതാക്കന്മാർ തമ്മിലടിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തന്നെ പല തട്ടിലായി മാറി ചേരിതിരിഞ്ഞ് പോവുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി നടന്ന ഈ വലിയ തമ്മിലടികളെല്ലാം ഏതൊക്കെ തരത്തിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ പ്രതിഫലിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. കാലങ്ങളായി രണ്ടിലേക്ക് വോട്ടുകുത്തിക്കൊണ്ടിരിക്കുന്ന കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർ ഇക്കുറി രണ്ടില എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഭരണപക്ഷമായ ഇടതുപക്ഷത്തോടുള്ള വലിയ വിദ്വേഷം ഉള്ളിൽ കിടക്കുമ്പോൾ എങ്ങനെ മനസ്സറിഞ്ഞ് രണ്ടിലേക്ക് കുത്തും? മറ്റൊന്ന്, കാലങ്ങളായി ഇടതുപക്ഷ ചിഹ്നത്തിന് വോട്ടുകുത്തിയിരുന്ന ഇടതുപക്ഷ വോട്ടർമാർ എങ്ങനെ രണ്ടിലേക്ക് കുത്തും? ഇനി കോൺഗ്രസിലേക്ക് വരുമ്പോൾ UDFിനോടൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ വലിയ പിളർപ്പിണക്കമുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ സജി മഞ്ഞക്കടമ്പില അടക്കമുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ അവിടുത്തെ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ചില വോട്ടർമാരൊക്കെ BJPയിലേക്കും മറ്റും അല്ലെങ്കിൽ സ്വതന്ത്രമായും ഒക്കെ ഛിന്ന ഭിന്നമായി പോയിരിക്കുന്നു. അവരിലും പലർക്കും പഴയ രണ്ടിലയിൽ വോട്ടുകുത്തുവാനുള്ള ആഗ്രഹം നല്ലതുപോലെ ഹൃദയത്തിലുണ്ട്. പക്ഷേ അതിനുള്ള സാധ്യത കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലില്ല. അതുകൊണ്ട് നിലവിലിപ്പോൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസിനും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസിനും എന്ത് പ്രസക്തിയാണുള്ളത് എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ആര് വിജയിക്കും എന്നുള്ള ചോദ്യവും ഇപ്പോൾ തൃശങ്കൂരിൽ നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. അങ്ങനെ പ്രവചിക്കുവാൻ കഴിയാത്ത ഒരു വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടന്ന ഇടം തന്നെയാണ് കോട്ടയം. സജി മഞ്ഞക്കടമ്പിനോടൊപ്പം ഒരു വിഭാഗം BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതോടുകൂടി BJPക്കും ആത്മവിശ്വാസം ഏറിയിരിക്കുകയാണ്. എന്നാൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അത് മാത്രമല്ല. എന്താണ് ഇനി കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാവി? ഇനി അവർ വളരുകയാണോ തളരുകയാണോ ചെയ്യുവാൻ പോകുന്നത്? അത് വലിയ ഒരു ചോദ്യം തന്നെയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വലിയൊരു തർക്കത്തിൽ തുടർന്ന് ഇടതുപക്ഷത്തോടൊപ്പം ചേരുകയായിരുന്നു. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ചെയർമാനായ ജോസ് കെ മാണി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നപ്പോൾ തന്നെ KM മാണി എന്ന അധികായനായ UDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ രാഷ്ട്രീയപരമായി ആക്രമിച്ചിട്ടുള്ള ഇടതുപക്ഷത്തോടൊപ്പം പോയി എന്ന വലിയ ഒരു കറ അദ്ദേഹത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിൻ്റെ കുത്തക സീറ്റായ പാലാ നിയോജക മണ്ഡലത്തിൽ ജോസ് കെ മാണി മത്സരിക്കുമ്പോൾ, അതായത് KM മാണിയുടെ സ്വന്തം മകൻ മത്സരിക്കുമ്പോൾ, സ്വാഭാവികമായും കാലങ്ങളായി രാഷ്ട്രീയ കേരളത്തിൽ കണ്ടിട്ടുള്ള ഒരു കീഴ്വഴക്കം മരണപ്പെട്ടു പോയ രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ മത്സരിക്കുമ്പോൾ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുകയാണ് പതിവ്. പക്ഷേ പാലയിലാകട്ടെ അത്തരത്തിൽ ഒരു വിജയവും കണ്ടില്ല. അതിനു പകരം മാണി സി കാപ്പനോട് ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു ജോസ് കെ മാണി. അത് കേരള കോൺഗ്രസിൻ്റെ ആദ്യ തിരിച്ചടിയായിരുന്നു. കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുപക്ഷത്തോടൊപ്പം പോയപ്പോൾ ഉണ്ടായ ചില തകർച്ചകളുണ്ട് അവർക്ക്. ഒന്നാമതായി KM മാണിയോടുണ്ടായിരുന്ന ഒരു ബഹുമാനം, KM മാണിയോടുണ്ടായിരുന്ന സ്നേഹം, അവയൊക്കെ ആയിരുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത്. എന്നാൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ചെയർമാനായ ജോസ് കെ മാണി ഇടതുപക്ഷത്തോടൊപ്പം പോയപ്പോൾ സ്വന്തം പിതാവിൻ്റെ പാരമ്പര്യവും സ്വന്തം പിതാവിന് ലഭിച്ചിരുന്ന ബഹുമാനവും സ്നേഹവും ഒക്കെ കൂടെ കൊണ്ടുപോകാൻ സാധിച്ചില്ല. അതായത് കാലങ്ങളായി രണ്ടിലേക്കും KM മാണിക്കും വോട്ട് കുത്തിയിരുന്നവരെല്ലാം ജോസ് കെ മാണിക്ക് അനുകൂലമായ വോട്ട് കുത്തുകയായിരുന്നു എന്ന് തന്നെ പറയാം. അതിന് കാരണങ്ങൾ പലതാണ്. കാലങ്ങൾക്ക് മുമ്പ് KM മാണിക്കെതിരായ രൂക്ഷമായ ഒരു ആരോപണം ഇടതുപക്ഷം ഉയർത്തിയിരുന്നു. രാഷ്ട്രീയപരമായി അദ്ദേഹത്തെ തകർത്തു എന്ന് തന്നെ പറയാം. ബാർക്കോഴ വിഷയമായിരുന്നു അന്ന് നിയമസഭയ്ക്കകത്തും പുറത്തും KM മാണിയെ വലച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. 1 കോടി രൂപയിലധികം അഴിമതി നടത്തിയെന്ന പേരിൽ അന്ന് അദ്ദേഹത്തെ രാജിവെപ്പിക്കുകയായിരുന്നു. 500 രൂപയാണ് ഇടതുപക്ഷത്തിൻ്റെ DYFIയുടെയും SFIയുടെയും CPIയുടെയും CPMൻ്റെയും ഒക്കെ നേതാക്കന്മാർ KM മാണിക്ക് പോസ്റ്റൽ വഴി അയച്ചു കൊടുത്തത്. ഒപ്പം അദ്ദേഹത്തിന് വേണ്ടി പിച്ച തണ്ടുകയും നോട്ടെണ്ണുന്ന മെഷീൻ KM മാണിയുടെ ഭാര്യയുടെ പക്കലാണ് എന്നുള്ള തരത്തിലേക്ക് വരെയുള്ള ആരോപണങ്ങൾ അക്കാലയളവിൽ ഉയർന്നിരുന്നു. അതെല്ലാം KM മാണിക്ക് വലിയ ബുദ്ധിമുട്ടും സങ്കടവും ഉണ്ടാക്കിയതാണ്. എന്നാൽ ജോസ് കെ മാണി ഇടതുപക്ഷത്തോടൊപ്പം ചേരുമ്പോൾ രാഷ്ട്രീയപരമായ നേട്ടം മാത്രമാണ് മുന്നിൽ കണ്ടിരുന്നതെന്നും സീറ്റായിരുന്നു അദ്ദേഹത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്നും പാർട്ടിയോടൊപ്പം നിന്നവരും പാർട്ടിക്ക് പുറത്തുനിന്ന് അത് വീക്ഷിച്ചവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞിരുന്ന ഒന്നാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതിന് അനുകൂലമായ ഒരു തരംഗമുണ്ടെന്നും സ്വാഭാവികമായും താൻ നിയമസഭയിൽ മത്സരിച്ച് വിജയിച്ചാൽ മന്ത്രിസ്ഥാനം ഉറപ്പാണെന്നുള്ള ബോധ്യമാണ് അദ്ദേഹത്തെ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുവാൻ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം.
പക്ഷേ നിയമസഭയിൽ മത്സരിച്ച് വിജയിക്കുവാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ആകെയുള്ള രാജ്യസഭാ സീറ്റും നഷ്ടമാകുന്ന ഗതിയാണ് നിലവിലുള്ളത്. ഇടതുപക്ഷത്തിൻ്റെ പക്കലുള്ള 2 സീറ്റുകൾ, അതിലൊന്ന് CPM തന്നെ മത്സരിക്കും. ശേഷിക്കുന്ന ഒന്നിനു വേണ്ടി CPIയും ശ്രേയാംസ് കുമാറും ഒപ്പം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ചെയർമാൻ ജോസ് കെ മാണിയും മത്സരിക്കുകയാണ്. സ്വാഭാവികമായും കാലങ്ങളായ സീറ്റിൽ കരുത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന CPI പോലെയുള്ള CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിക്ക് നൽകാതെ ജോസ് കെ മാണിക്ക് ആ സീറ്റ് നൽകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതും വെള്ളത്തിൽ വരച്ച വര തന്നെയാണ്. അങ്ങനെ കണക്കുകൂട്ടുമ്പോൾ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ചാഴിക്കാടൻ എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി, കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥി കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ, രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് ലഭിക്കാതെ പോവുകയാണെങ്കിൽ, സ്വാഭാവികമായും ഇത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ പാർലമെൻറ്റ് പ്രവേശനത്തിലേക്കുന്ന ഏറ്റവും വലിയ പ്രഹരമായിരിക്കും. അതോടുകൂടി ദേശീയ തലത്തിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ പിടിപാടില്ലാത്ത ഒരു പാർട്ടിയായി കേരള കോൺഗ്രസ് മാണി വിഭാഗം തകരുക തന്നെ ചെയ്യും. അതുമാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് 3ാം തവണയും അധികാരത്തിലെത്തുവാൻ വേണ്ടി സ്വാഭാവികമായും ശക്തരായ പല ഘടകകക്ഷികളെയും കൂടെ കൂട്ടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ തരംഗത്തിൻ്റെ പുറത്ത് ആദ്യഘട്ടത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ കൂടെ കൂട്ടിയെങ്കിൽ പോലും കാര്യമായ രീതിയിൽ മാണി വിഭാഗത്തെ ഗൗനിക്കുന്നില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് പാലയിൽ നടന്ന നവകേരള സദസ്സിൽ തോമസ് ചാഴിക്കാടനെ ഒരു പൊതുവേദിയാണെന്നുള്ള ധാരണ പോലും ഇല്ലാതെ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തത്. അപ്പോഴും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ചെയർമാനായ ജോസ് കെ മാണി നിശബ്ദത പാലിക്കുകയായിരുന്നു. സ്വന്തം പിതാവിനെതിരെ ആരോപണം ഉന്നയിച്ചവർ അതേ തരത്തിലുള്ള അഴിമതി നടത്തിയിട്ടും അവിടെയും നിശബ്ദത പാലിക്കുകയാണ് ജോസ് കെ മാണി. അന്ന് സ്വന്തം പിതാവിനെയും മാതാവിനെയും ഒക്കെ പൊതുവേദിയിലും അല്ലാതെയും രാഷ്ട്രീയപരമായും അല്ലാതെയും ഒക്കെ ക്രൂശിച്ച ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നത് പോരാഞ്ഞിട്ട് അതേ അഴിമതി ആരോപണം ഇടതുപക്ഷം നടത്തുമ്പോഴും, അതും 25 കോടിയിലേറെ വലിയ അഴിമതി നടത്തുമ്പോഴും നിശബ്ദത പാലിക്കുകയാണ് അദ്ദേഹം എന്നത് പാർട്ടിക്കുള്ളിലും വലിയ പൊട്ടിത്തെറിക്ക് ഇടയാക്കിയിട്ടുണ്ട്. മാണി സാറിനോട് സ്നേഹമുണ്ടായിരുന്ന വോട്ടർമാർ, KM മാണി എന്ന കോൺഗ്രസിൻ്റെ UDFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചവർ ഇനി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തോടൊപ്പം നിൽക്കുമോ എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. സ്വാഭാവികമായും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് 3ാം തവണയും അധികാരത്തിലെത്തുവാൻ ഏത് വിധേനയും ലീഗിനെയും സമസ്തയും ഒക്കെ ഒപ്പം നിർത്തുക എന്ന തന്ത്രപരമായ നീക്കത്തിൻ്റെ ചുവടുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷം. സമസ്തയെ ഒപ്പം നിർത്തുവാൻ പഠിച്ച പണി പണിതിട്ടും നോക്കിയിട്ടും ഒരു വിഭാഗം സമസ്ത നേതാക്കന്മാരെയും അണികളെയും മാത്രമാണ് ഇടതുപക്ഷത്തിന് ഒപ്പം കൂട്ടുവാൻ സാധിച്ചത്. ഇപ്പോഴും മുസ്ലിം ലീഗും സമസ്തയിലെ ഒരു വിഭാഗവും UDFന് അനുകൂലമായ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് എന്നതും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വെള്ളം കുടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പൊന്നാനിയിൽ KS ഹംസ സ്ഥാനാർത്ഥിയാകുമ്പോൾ സമസ്തയുടെ സ്ഥാനാർത്ഥിയായി KS ഹംസ വരുന്നു എന്ന വലിയൊരു പ്രചരണം നൽകുമ്പോൾ അതെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു വിധി എഴുതുമെന്ന ആത്മവിശ്വാസം അവർക്കുണ്ടെങ്കിലും പൊന്നാനിയും മലപ്പുറവുമെല്ലാം എക്കാലത്തും ലീഗിനൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മുസ്ലിം ലീഗിനെ പോലെ ശക്തമായൊരു ഘടകകക്ഷിക്ക് വേണ്ടി ശ്രദ്ധ ചെലുത്തുന്ന ഇടതുപക്ഷം സ്വാഭാവികമായും ഇപ്പോൾ അത്രമേൽ ശക്തരല്ലാത്ത കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ കാര്യമായ രീതിയിൽ പരിഗണിക്കുമെന്ന് പറയുവാൻ സാധിക്കില്ല. കാലങ്ങൾ കുറേ കഴിയുമ്പോൾ അവർ പടലപ്പിണക്കത്തിൽ അവിടെ നിന്ന് പിരിഞ്ഞു പോകാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനും UDFനുമൊക്കെ കോട്ടയത്തും ഇടുക്കിയിലും പാലയിലും അങ്ങനെ വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലൊക്കെ വീണ്ടും വിജയിക്കണമെങ്കിൽ വീക്ഷണം എഴുതിയതുപോലെ കേരള കോൺഗ്രസ് മാണി വിഭാഗം കോൺഗ്രസിനോടൊപ്പം ചേരേണ്ടതായുണ്ട്. ഇരുകൂട്ടർക്കും നല്ലത് ഒരുമിച്ച് നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം പരിഗണന ലഭിക്കാത്ത കേവലം പാലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയായി മാറും.